ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കാർത്തിക് അടുത്ത് പറയുന്നുണ്ട് ആൽബിയും അതുപോലെ തന്നെ സോണിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് വരാൻ പറയുമ്പോഴേക്കും നമ്മുടെ കാർത്തിക പറയണ്ട, അത് എനിക്ക് വരണോന്നുണ്ട്, അവരെ എന്നെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. അത് മാത്രല്ല ഇന്ന് നല്ലൊരു സീനും കൂടി എനിക്ക് മിസ്സായി പോയി. ആ പ്രകാശിന്റെ മുഖം അടിച്ചു പൊട്ടിക്കുന്ന സീനും അതുപോലെ തന്നെ നിങ്ങളെല്ലാരും ദ്രോഹിച്ച ആ രാഹുൽ എന്ന് പറഞ്ഞ പ്രകാശനെ തല്ലി ഓടിക്കുന്ന സീനും. എന്തായാലും ഞാൻ നാളെ വരുന്നുണ്ട് ആൽബിനെയും അതുപോലെ തന്നെ സോണിനെയും കാണാൻ വേണ്ടി കാർത്തിക പ്രത്യേകം എടുത്തെടുത്ത് ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും ഇനി അവരെ കാണുമ്പോൾ ട്വിസ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി കാർത്തിക കല്യാണം കഴിക്കാത്ത കാരണം ഇനി വല്ല ആൽബിനെ കൊണ്ടുള്ള ഇഷ്ടോ പ്രണയവരുതോ ആണോ, അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഇന്നത്തെ റിവ്യൂ. അങ്ങനെ കാർത്തിക നാളെ തന്നെ നമ്മൾ ആൽബിനെയും സോണിനെയും കാണാൻ വേണ്ടി അവരുടെ അടുത്തേക്ക് പോവാണ്. സോണിനെ ഫോട്ടോസിലും കാര്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്, കല്യാണി കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സോണിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. മാത്രമല്ല സോണിനെ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ കാർത്തിക, പക്ഷെ ഭർത്താവിനെ കണ്ടിട്ടില്ല. അങ്ങനെ നമ്മുടെ ഭർത്താവിനെ പരിചയപ്പെടുത്താണ് ആൽബീനെ. അപ്പൊ ആൽബിയും നമ്മുടെ കാർത്തിക തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമുക്ക് നാളെ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിൽ അറിയാൻ പറ്റുള്ളൂ. അത് മാത്രല്ല കാർത്തികയുടെ ചേട്ടനായിട്ടുള്ള ഗംഗപ്രസാദ് വരുന്ന എപ്പിസോഡും തിങ്കളാഴ്ചയാണ്. അയാളൊരു ജയിൽ ചാടിയിട്ടാണ് വരുന്നത്. ജയിൽ ചാടിയാ പോലും അവിടുത്തെ പോലീസുകാർ പോലും ഇടപെടാത്ത ഒരു കേസാണ്. കാരണം അയാൾ അത്ര ഭീകരനാണ് കേട്ടോ. ഈ ബഗാസുരനെയും പ്രകാശിനെയും പോലത്തെ വിക്രമത്തെ പോലത്തെ ഒരു ആളൊന്നും അല്ല, അതിനേക്കാളും ഭയങ്കര കൊടും വില്ലനും ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ എന്തായാലും അയാളെ ചൊറുക്കാന്നൊക്കെ കിരൺ പറയുന്നുണ്ട്. കല്യാണി പടം ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാർത്തി ചേച്ചി, ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ട് കാർത്തി ചേച്ചിക്ക് സംഭവിക്കും എന്നൊക്കെ ഇടക്കിടക്ക് പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊന്നും അല്ല ഈ വില്ലൻ. മിക്കവാറും ആരുടെയെങ്കിലൊക്കെ ഒരു ഇത് കണ്ടിട്ട്, അതായത് ഒരു അവസാനം കണ്ടിട്ട് ഇയാൾ മിക്കവാറും പോവത്തുള്ളൂ എന്ന് തോന്നണം കേട്ടോ. കാരണം ആ രീതിയിലാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും ഗംഗപ്രസാദിന്റെ എൻട്രിയും ആൽബിയും കാർത്തിക് തമ്മിലുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ തന്നെ തിങ്കളാഴ്ച കാണാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.